എടാ ആ സിനാൻ എവിടെ? ആടാ ഓന് ഇവിടെ എത്താനേന്ന് പറഞ്ഞു, പള്ളിമുക്ക് എത്തിന്ന് പറഞ്ഞു. പള്ളിമുക്കാ? ഓനോട് വരാൻ പറ. ഓനോട് വരാൻ പറഞ്ഞു. ഞാൻ വരുന്നു, ഞാൻ ഇപ്പൊ എത്തും. എവിടെ ബ്രോ? എത്തിയാ? എന്താപ്പോ എന്താ ചെയ്യാ? ഓളെ കാണാൻ പറ്റണില്ലടോ. സ്കൂള് പൂട്ടിയതിന് ശേഷം എനിക്ക് ചടച്ചുണ്ടാവില്ലേ തോന്നിയത്? അല്ലെങ്കിൽ എന്തായിരുന്നു ഒളിപ്പിക്കല് രണ്ടിഞ്ചി? മച്ചാനെത്തിയാലോ? പോണ്ടേ? എന്താ ലിജി പറയണ്? ഓളെ വാപ്പാനെ കുറിച്ചിട്ട് കേട്ടിട്ടില്ല ലിജിയൊന്നും. പേടിക്കാനാ കുട്ടിനെ കാണാന്. എനിക്കിപ്പോ കാണാതിരിക്കാൻ പറ്റണില്ല. സ്കൂള് പൂട്ടിയേ കുറച്ചായാലും കണ്ടിട്ട്. ആ വിശാല് പറഞ്ഞ ഓർമ്മ ഉണ്ട് എനിക്ക്. ആ ഏരിയയിൽ തന്നെ അയാളെ അത്രയ്ക്കും വലിയ വിഷക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ചെങ്ങായി ആയിക്കൂടെ നടക്കുമ്പോ തന്നെ ആ വീട്ടിൽ നോക്കി അയാൾ കല്ലെടുത്ത് തരുമോ? അങ്ങനത്തെ ഒരു ചെങ്ങായി എടാ ഇവനെ അവിടെ കൊണ്ടുപോണി. അത് പറഞ്ഞ ഓനക്ക് കുഴപ്പമില്ല, വേറെ വഴിയാ. ആ കുട്ടികള് അവിടെ ആള് തുറച്ചു നോക്കിയാൽ നല്ല സീനാന്ന് ഞാൻ കേട്ടു. ഇതൊന്നും പോയി അത് നടക്കൂല. ഞാൻ അതെ ഇത് വേറെ എന്തേലും പറയാം. എന്റെ മച്ചാനെ ഇവന്റെ അമ്മ അറിഞ്ഞോളൂ അവസാനത്തേക്ക് നമ്മള് വന്നു ഇതൊന്നും പോയിക്ക നമുക്ക് പോണ്ട. മന്തി ഏറ്റവും നല്ല പെശക്കാണ് അളിയാ. മെല്ലെ പോയിട്ട് വരാ. ചെക്കൻ ചെറിയ കുട്ടികളെ പോലെ എന്തേലും പറയുന്ന പോണാ പോവാ. എടാ ഒരൊറ്റ വട്ടം കണ്ടാതി വായോ. ഒരു 5 മിനിറ്റ് വേണ്ട വായോ. ഇത് ലാസ്റ്റ് ആട്ടോ മോനെ. ലാസ്റ്റ് പാപ്പ പിടിച്ചൂല വായോ. വായോ ആടോ വന്നാ സീനാണ്. തന്നെ വീട് എന്നാ ശരി. അവിടെ കൊഴപ്പൊന്നുമില്ല. പതുക്കെ നോക്കി പോരട്ടോ. നല്ല സീനാന്നാ കേട്ടുള്ളത്. എന്തിനുണ്ട് ഞാൻ വിസില് വിളിക്കാം. സൂക്ഷിക്കണം. ആളുടെ ഓടിക്കാവുന്നു. വിസില് വിളിക്കാം. അങ്ങോട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ട്ടാ. പതുക്കെ വിസില് മറക്കണ്ട. നോക്കി ഞങ്ങളിത് ഇവിടെ അടുത്തുള്ള തന്നെ. ഇതിന്റെ മുന്നേ ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങള് ഇവിടെ അടുത്തുള്ള തന്നെ. ചെക്കന് കാണാൻ തേങ്ങ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞല്ലേ അതിന് കാണാനും ചിലപ്പോ തേങ്ങ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കളിയാ. നമുക്ക് ഹെസിൽ വിളിച്ച് പതുക്കെ ബാക്കൊല്ലിന് പോയാലോ? ഓണ്ടൊരു വിവരില്ലട്ടാ. എന്താണ് എന്താ പണി? എന്താ ഇവിടെ പണി? ആരാടല്ലേ? എന്തെങ്കിലും തരണ്ടോ? അവർക്ക് എന്താ പാളി വെക്കണേ? ഫ്രണ്ടിന്റെ വീടോ? ആരാങ്ങളെ ഫ്രണ്ട്? നജബിന്റെ വീടല്ലല്ലോ ഇത്? നജബിന്റെ വീടല്ലേ? നിങ്ങൾക്ക് എന്താ പരിപാടി പറയും? ഒന്നുമില്ലേ? എവിടെയുള്ളതാ? ആയിക്കോട്ടെ. നിങ്ങൾ എവിടെ ഉള്ളതാ? എവിടെ ഞങ്ങളെ വീട്? ഇവിടെ വരും. ഫ്രണ്ടിന്റെ വീട്ടിൽ വരും കേട്ടോ. കക്കാൻ വന്നതാണ് ഈ പച്ചപ്പാലല്ലേ? ഞാൻ ശരിയാക്കി. സത്യം പറയടാ. എന്തൊക്കെ ഉണ്ടാക്കും പരിപാടി? കക്കാൻ വന്നല്ല ഉണ്ടാവും. സത്യം പറയോളി. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാന് സ്റ്റേഷനൊക്കെ വിളിക്കണം. പോലീസിനെ വിളിക്കണം. അല്ല പോലീസുകാർക്ക് പോലീസ് ചോദിക്കോളൂ. അപ്പൊ പിന്നെ എന്തിനാ ഞങ്ങൾ വന്നത്? സത്യം പറയും. എന്തിനാ ഞങ്ങൾ വന്നത്? ആരാണ് ഇവിടെ ഉള്ളത്? എന്തോരം ഇവിടെ പണി? ആരാണ്? ഓനും മോളും തമ്മില് ഇഷ്ടത്തിലാണ്.
ഞങ്ങക്ക് വേറെ ഒന്നുമില്ല. ഞങ്ങൾ വിളിച്ചിട്ട് ഓന്റെ കമ്മിക്ക് ഞങ്ങളെപ്പോഴും പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. റംലോ ഡേ ഇവിടാ എവിടെ നമ്മളെ മോളവിടെ സുമി എവിടെ ഇവര് എവിടെ സുമി എവിടെ എന്തോക്കടെ പണി ഞാൻ മോള് നിസ്കരിക്കാൻ പോയപ്പോൾ ഖുർആനൊക്കെ ഇരുന്നു. നീ എന്താ വിളിച്ചെടുക്കാത്ത? എങ്ങനെ ഇവിടെ വന്ന്? ഞാൻ അതിന്റെ കൂട്ടുകാരുടെ കൂടെ വന്ന്. എനിക്ക് പേടിയായിട്ട് എന്റെ ഇപ്പൊ പുറത്തുണ്ടാവും ഇപ്പൊ. എന്റെ വാപ്പല്ല വാപ്പാന്റെ വാപ്പ വന്നാലും പൊരിക്കോലും എന്റെ കൂട്ടുകാരെ നിക്കണേ. ആ കൂട്ടുകാര് ചതിക്കും അവരൊക്കെ. ഓലൊന്നും കാട്ടില്ല. എടി ഓല് ഉള്ളപ്പൊക്കെ ഫുള്ള് സെറ്റാണ്, ആരും വരില്ല. ഇനി എന്തേലും ഉണ്ട് തന്നെ അവനോട് ഞാൻ പാട്ടിട്ടുണ്ട് ഒരു വിസിൽ അടിക്കാൻ. ഇപ്പൊ വിളിക്കവര് നിന്നെ ചതിക്കുള്ളൂ. ഇല്ല എനിക്ക് പേടിയാണ്. എന്റെ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീട്ടിലാകെ വിഷയാവും. എന്റെ ഇപ്പൊ അവിടെ ചെന്ന് വിളിച്ചെടുക്കാത്തെന്ന് പറ. ഈ കോഴിക്കോട്ട് അവന്റെ ഇപ്പൊ വരും. എന്താണ് അവിടെ പരിപാടി? എന്താ എനിക്കവിടെ പരിപാടി? ഒന്നോട് തന്നതാണല്ലേ? എന്താ എനിക്കവിടെ പരിപാടി? എന്തിനാ ഇവിടെ വീട്ടിൽ വന്നിക്കണേ? ഈ എവിടെ ഉള്ളതാ? മാറഞ്ചേരി. എന്റെ മാറഞ്ചേരി എന്നാ ഞാൻ അടക്കാണ്ട് ഇവനല്ല നിങ്ങളെ കൂട്ടുകാരൻ. അപ്പൊ എന്നാ നിങ്ങളെ പെരേക്ക് വിളിക്കുക കേട്ടോ. ഇങ്ങനെ ഒരു സംഗതി നിങ്ങളെ വീട്ടുകാരെ അറിയാനുള്ളത് പേരൻസ് അറിയണം, അല്ലാതെ നിൽക്കാൻ പറ്റില്ല. എടാ ഒരു വീട്ടില് കയറിങ്ങാണ്ട് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യേണ്ടത് ഇതൊക്കെ ഒരു അബദ്ധ. അതോ നിങ്ങളെ തമ്മാടിത്തരല്ലത്? ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങക്കൊക്കെ പെങ്ങന്മാരില്ലേ? നിങ്ങളൊക്കെ വീട്ടിൽ വേറെ ആരെങ്കിലും കയറി അങ്ങനെ ഉണ്ടാവും? അവനാന്റെ പെങ്ങന്മാരുടെ അടുത്ത് ഇങ്ങനെ ഒരാൾ വന്നാല് എടാ നിങ്ങളൊക്കെ ചെറിയ ചെറിയ ചെക്കന്മാരല്ലേ? ഈ എത്രയല്ലേ പഠിക്കണേ? 10. ഇയ്യോ കുഞ്ഞുട്ടിയെ ആ ആരാണ്? എത്തവിടെ ഒരു ഒച്ചപ്പാടൊക്കെ? കൊടുത്ത ഒച്ചപ്പാടും ബാളവും ഓരോരോ. ആ ഈ ചെറുക്കന്മാരെ ഞാൻ നേരത്തെ പീടിക്ക് പോകുമ്പോഴേ ഇച്ചിങ്ങളുടെ നീർക്കോലിന്റെ മാതിരി ഇങ്ങനെ നോക്കണ. ഞാൻ എനിക്ക് അപ്പൊ തന്നെ പോലെ കണ്ടപ്പോ സംശയം കള്ള ലക്ഷണ പോലെ മൂത്തുണ്ടായിരുന്നു. ഇന്നെ കണ്ടപ്പോ പാട്ട് അടിപൊളി. ഇന്നെ കണ്ടപ്പോള് പാട്ടും ഗാനമേള. എന്താ ഇവിടുത്തെ പ്രശ്നം? എന്താണിത്? കള്ളന്മാരാണ് കക്കാൻ വന്നാണില്ലേ? ഓലെ കക്കലൊക്കെ ഓല് വേറൊരു സൈസ് കള്ളന്മാരാണ്. ഓലിപ്പ ഇങ്ങനെ പഠിച്ചു വരികയാണേ. ഓലിപ്പ തന്നെ ഓലെ പഠനം വേറെ ജാതി പഠന. 10ാം ക്ലാസ്സുകാരാണ്. എവിടെ ഉള്ളതാ തന്തി തള്ളിയൊന്നും ഇല്ലേ? എവിടെ നിങ്ങളെ പേരാ? ഇവിടെ അടുത്തുള്ള ചെറുക്കന്മാരൊന്നും ഇങ്ങനല്ല. ഇവിടെ ഉള്ള ഒരുവിധം കുട്ടികളെയൊക്കെ എനിക്കറിയാം. എവിടെ ഉള്ള ഞങ്ങള്? ഏത് ബൈക്കുള്ള ഞങ്ങള്? സത്യം പറഞ്ഞോളൂ, നിങ്ങൾ എവിടെ ഉള്ള? 3 ആള് മാറഞ്ചേരിയാ? മാറഞ്ചേരി എവിടെ? എല്ലാ നാട്ടിലൊരു പള്ളി ഉണ്ടാവും. അത് ഏത് പള്ളിയാണ് ചോദിച്ചത്? എന്താ കുഞ്ഞുട്ടിയെ വില പ്രശ്നം? എന്താ കക്കാൻ വന്നിട്ട്? മാൾത്താത്ത 10ാം ക്ലാസ് പഠിച്ച ചെറുക്കന്മാരാണിത്. ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസ് വന്ന് വില കൊണ്ടുപോയണ്ടല്ലോ. ഇവരെ ലൈഫായിട്ട് പോകും. എടാ നിങ്ങൾ ചെയ്തതിന്റെ ഗൗരവം എന്താ നിങ്ങൾക്ക് അറിയാം? ലൈഫൊക്കെ പോയിക്കോട്ടെ. ഈ ഒരുപട നാക്കാലി ചെറുക്കൻ ചിരിച്ചിട്ടുണ്ടോ പൂളുങ്ങന്ന മാതിരി? ഞാൻ പോയി നോക്കട്ടെ. കുഞ്ഞാളു ചാറ് അടുപ്പത്ത് വെച്ചിക്ക. എടാ നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ എന്തെങ്കിലുമൊക്കെ രക്ഷിതാക്കൾക്ക് നിങ്ങളെ കുറിച്ചൊരു പ്രതീക്ഷ അല്ലേ? ഇല്ലേ? നിങ്ങളൊക്കെ എന്തൊക്കെ തന്നുങ്ങാണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റിങ്ങാണ്ടല്ലേ നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വിടുന്നത്? എന്നിട്ട് ഇത്തരം പരിപാടികൾ ചെയ്താൽ നിങ്ങളെ പേരൻസ് നിങ്ങളെ കുറിച്ച് എന്താ ഉണ്ടാവുക? നിങ്ങളെ പേരൻസ് അല്ല ഇപ്പൊ ഇതിൽ മാനം കിടുക? ഞാൻ ഇത് പുറത്ത് പറഞ്ഞാല് നിങ്ങളെ രക്ഷിതാക്കൾക്കല്ല അതിന്റെ മാനക്കേട് അല്ലേ? എത്ര കുട്ടികൾ ഡെയിലി പത്രത്തിൽ കാണാനല്ലേ ഈ മയക്കുമരുന്നും ഈ ലഹരി സാധനങ്ങളൊക്കെ നടക്കണം? നിങ്ങളൊക്കെ അതിൽ പെട്ടാടാ? എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ്. നാടിനെ മൊത്തം പറയിപ്പിക്കാനാണ് ഇത്തരം പരിപാടികൾ മുഴുവൻ. കുടുംബത്തിനോ ഏതായാലും മാനക്കേട്, നാട്ടിന് മൊത്തം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങളെ സ്ഥലം വരില്ലേ, നിങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലം, അപ്പൊ മൊത്തം എല്ലാവർക്കും അവിടെ നാട്ടുകാർക്കും മുഴുവൻ ഒരു മാനക്കേടായില്ലേ ഇത് പുറത്തറിഞ്ഞാല്? ഇല്ല, ഇപ്പൊ ഈ വന്ന സ്ത്രീനോട് പോലും ഞാൻ ഇത് പറയാതെ വിട്ടത് എന്താ? നിങ്ങളെ പിന്നെ ഒരു മോശക്കാരാണെന്നില്ല അവരും കൂടി അറിയണ്ടെന്ന് എഴുതിയിട്ടാ. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? വീട്ടെ ഒന്നുമില്ല, നമ്മുടെ പേരൻസിനോട് നമുക്കൊരു ബാധ്യത അല്ലേ?
നല്ല രീതിയിൽ കേട്ടോ. നിങ്ങളൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് നിങ്ങളെ രക്ഷിതാക്കൾക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കിട്ടണ്ടേ ഇല്ലേ? നിങ്ങളെ പ്രായത്തിലുള്ള മക്കൾ ഞങ്ങൾക്കുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു ആഗ്രഹവും പ്രതീക്ഷയല്ലേ ഉള്ളത്. അത് വെച്ചിങ്ങാണ്ട് വേണ്ട നിങ്ങളൊക്കെ ഒന്ന് ഇതാക്കാന്. ഞാൻ പറയാ ഞങ്ങക്ക് നാണക്കട് തീർത്തരൊറ്റങ്ങളെ. ഇനി എന്റെ കൂട്ടി സ്കൂളിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഈ 3 കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചാറുണ്ട് ഞാൻ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെ നല്ല ഏത് വീട്ടിൽ ഇത്തരം പരിപാടികൾ ചെയ്യാൻ പോകരുത് കേട്ടോ. നിങ്ങളെ ഞാൻ നിരീക്ഷിക്കും. ഞാൻ ഇപ്പത് സ്റ്റേഷനിൽ പറയാത്ത ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളോടുള്ള നിങ്ങളെ ഈ ഒരു പ്രായത്തിന്റെ ഒരു ഇതുകൊണ്ടുള്ള ഒരു സിമ്പതി ഉണ്ട് കേട്ടോ. ഇനി ഇത് ആവർത്തിച്ചാല് ഈ സംഭവം വെച്ചുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതിന് ആദ്യത്തെ അടി അടിക്കേണ്ടി അന്നെയാണ്. അന്നെ അടിക്കണതോ? ഇവിടെ നമ്മളെ മോളിൽ നിന്നിട്ടല്ലേ വേറെ നാട്ടിൽ നിന്ന് ആൾക്കാർ ചെക്കന്മാര് വരുന്നത് അല്ലേ? പറച്ചില് കേട്ടതൊന്നും ഞാൻ കുടുംബത്തിൽ വരുമ്പോ കൊടുന്നാണെന്ന് ഇങ്ങളെ കൂടി മോളാണ് നടക്ക് കൊടുക്കാം.